ഈ മാധ്യമത്തിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവും വീണ്ടെടുക്കുവാനും പ്രത്യാശയുമാവുന്ന യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. തിരുവഴുത്തിലെ യുഗങ്ങൾ എന്ന വിഷയത്തിൽ നിന്നും 1, 2 യുഗങ്ങളെ പറ്റിയുള്ള ഓരോ ലഘു സന്ദേശം ഞാൻ ഈ മാധ്യമത്തിൽ പങ്കുവെക്കുകയുണ്ടായി. 3-ാമത്തെ യുഗത്തെപ്പറ്റി ചിന്തിപ്പാനാണ് ഇന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം തുടങ്ങി 11-ാം അധ്യായം 32-ാം വാക്യം വരെയുള്ള കാലഘട്ടത്തിൽ 3-ാമത്തെ യുഗത്തെപ്പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. വേദപണ്ഡിതന്മാർ ഈ കാലഘട്ടത്തെ മാനുഷിക ഭരണയുഗം എന്നാണ് പേർ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനോട് ബന്ധത്തിൽ കാര്യമായി ദൈവിക ഇടപെടലുകളൊന്നും തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഈ കാലഘട്ടത്തിലെ ചരിത്ര സംഭവം നാം പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമതായി കാണുന്നത് നോഹയും കുടുംബവും പെട്ടകത്തിലുള്ള ജീവജാലങ്ങളും ജലപ്രളയത്തിനു ശേഷം പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു, ദൈവം അവരെ അനുഗ്രഹിക്കുന്നതുമാണ്. 2, നോഹയുടെ തലമുറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വംശാവലി അഥവാ തലമുറകളെ പറ്റിയുള്ള ഒരു വിശദീകരണം നമുക്ക് കാണുവാൻ സാധിക്കും. 3, ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ച മനുഷ്യരെല്ലാം സംഘടിച്ച ദൈവവ്യവസ്ഥയ്ക്ക് എതിർ നിന്നുകൊണ്ട് ഒരു പട്ടണവും അതിൽ ഒരു വലിയ ഗോപുരവും പണിയുന്നു. എന്നാൽ ദൈവം അവരുടെ പദ്ധതി ഇല്ലാതാക്കുകയാണ്. ആ പട്ടണം നശിപ്പിച്ച് ഗോപുരം ഇടിച്ച് ഭാഷ കലക്കി അവരെ ഭൂമിയുടെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിക്കുന്നത് കാണുവാൻ സാധിക്കും. 4-ാമത്തെ സംഭവം, ഈ യുഗാന്ത്യത്തിൽ തേരഹ് എന്നൊരു വ്യക്തി കുടുംബസമേതം താൻ താമസിച്ച സ്ഥലത്തു നിന്ന് മാറി കനാൻ എന്ന പട്ടണത്തിൽ താമസിക്കുവാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. എന്നാൽ ഹാരാനിൽ എത്തിയപ്പോൾ അദ്ദേഹം മരിക്കുന്നതും കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം ജലപ്രളയത്തിന് ശേഷം ഭൂമിയിലേക്ക് വരുന്ന നോഹയെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ച് പറയുകയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം പഠിക്കുമ്പോഴും സൃഷ്ടി പൂർത്തിയാക്കിയതിന് ശേഷം ദൈവം ഇതുപോലെ തന്നെ മനുഷ്യനെ അനുഗ്രഹിച്ച് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, സമൂഹ ബന്ധം ദൈവത്താൽ സ്ഥാപിതമാണ്. തലമുറകളെ ദൈവം മനുഷ്യന് അനുഗ്രഹിച്ച് നൽകിയതാണ്. എന്നാൽ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവിക അനുഗ്രഹത്തിന് എതിരായി മനുഷ്യൻ മത്സരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഷിനാർ എന്ന ഒരു ദേശത്ത് അവർ ഒരുമിച്ച് കൂടുന്നു. നാം ഭൂതലത്തിൽ എങ്ങും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും അതിലൊരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരുണ്ടാക്കണം. അവർ അതിനുവേണ്ടി ശ്രമിക്കുകയും ആ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവരുടെ ഈ മത്സരത്തെ ദൈവം ഇല്ലാതാക്കി. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പട്ടണം തകർത്ത് ഗോപുരം ഇടിച്ച് ഭാഷ കലക്കി ജനത്തെ ഭൂമിയിൽ എങ്ങും ചിതറിച്ചു കളയുകയാണ്. ഒരു ആത്മീക സത്യത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നാം വന്നെത്തിയിരിക്കുന്ന ഈ യുഗത്തിൻ്റെയും വലിയ പരാജയം എന്ന് പറയുന്നത് ദൈവ സൃഷ്ടിയാകുന്ന മനുഷ്യൻ ദൈവവ്യവസ്ഥയോട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ദൈവ സൃഷ്ടിയാകുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് ദൈവവ്യവസ്ഥയിൽ ജീവിപ്പാനാണ്. ഈ ദൈവത്തോടുള്ള മത്സരമാണ് ഇന്നും ഈ സമൂഹത്തിൻ്റെ വലിയ പരാജയം എന്ന് പറയുന്നത്. 2-മതായി ദൈവം നോഹയോട് പറയുകയാണ്, നിങ്ങളോടുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഹാൻഡ് ഓവർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾക്ക് ജീവിപ്പാനായി ഞാൻ കൈമാറി തന്നിരിക്കുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചരജന്തുവിന്മേലും വാഴുവിൻ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു എന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് താമസിപ്പാനായിട്ട് ഞാൻ തന്നിരിക്കുന്നു എന്നല്ല. പൂർണ്ണ അധികാരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനുപയോഗിച്ചിരിക്കുന്ന പദം വാഴുവിൻ എന്നാണ്. ദൈവം മനുഷ്യന് പൂർണ്ണമായ അധികാരം കൊടുത്തിരുന്നു. നിങ്ങൾ ഭൂമിയെ അടക്കി വാഴണം. ഡൊമീനിയൻ എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം അബ്സല്യൂട്ട് പവർ അഥവാ പൂർണ്ണ അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ്. എന്നാൽ പാപത്താൽ ഈ ഭൂമി മലിനപ്പെടുന്നതിന് മുമ്പ് ഈ ഭൂമിയിന്മേലുള്ള പൂർണ്ണ അധികാരം ദൈവം മനുഷ്യന് നൽകിയിരുന്നു. എന്നാൽ ആദ്യ മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ
ഈ അധികാരവും അതിനോട് ചേർന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും മനുഷ്യന് നഷ്ടമായി. ഇവിടെ നാം ഗ്രഹിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. സകല സൃഷ്ടിക്കും കാരണഭൂതൻ എന്ന് പറയുന്നത് ദൈവമാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളത് എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. തുടർന്ന് സൃഷ്ടിയുടെ ചരിത്രമാണ് 1-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ സർവ്വ സൃഷ്ടിക്കും കാരണഭൂതൻ ദൈവമാണ്. എന്നാൽ ഇന്ന് ഈ ഭൂമിയിന്മേൽ പിശാച് തൻ്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അങ്ങനെ അനേകർ പിശാച് തൻ്റെ ആധിപത്യത്താൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ മുഴു ലോകത്തെയും കാണിച്ചുകൊണ്ട് പറഞ്ഞത്, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് നൽകാം എന്ന്. അതുപോലെ തന്നെ സാന്ദർഭികമായിട്ട് മറ്റൊരു വിഷയം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. 30-ാം വാക്യം, ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചരങ്ങൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും തന്നിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സൃഷ്ടിയിൽ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സസ്യഭോജികളായിട്ടാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം നോഹയോട് പറയുകയാണ്, ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവിടെ നിന്നുമാണ് മനുഷ്യനും മൃഗങ്ങളും ഇരപിടുത്തവും വേട്ടയാടലുമൊക്കെ ആരംഭിക്കുന്നത്. ശാപഗ്രസ്തമായ ഈ അവസ്ഥ ഭൂമിയിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാഴുവാനായി ഈ ഭൂമിയിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ വീഴുവാനായി ഇടയായിത്തീർന്നു. ഈ വീഴ്ചയുടെ ആഘാതം ഈ മുഴു ലോകവും ഇന്നും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ യുഗാന്ത്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവഭക്തനായ യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. 32-ാം അധ്യായം 1-ാം വാക്യം, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. പൗലോസ് അപ്പോസ്തലനും ഈ യുഗത്തിലേക്ക് നോക്കിക്കൊണ്ട് റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഏകന്റെ അഥവാ ആദ്യ മനുഷ്യന്റെ അനുസരണക്കേടിനാൽ മുഴു ലോകവും ശാപഗ്രസ്തമായി എങ്കിൽ, വാഴുവാനുള്ള അധികാരം മനുഷ്യന് നഷ്ടമായി എങ്കിൽ, ഏകന്റെ അനുസരണത്താൽ അഥവാ പാപിയായ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിന്റെ പിതാവാം ദൈവത്തോടുള്ള അനുസരണത്താൽ മനുഷ്യന് നഷ്ടമായ എല്ലാ അനുഗ്രഹങ്ങളും വാഴുവാനുള്ള എല്ലാ അധികാരവും സൃഷ്ടാവായ ദൈവം ഈ യുഗാന്ത്യത്തിൽ യേശുക്രിസ്തുവിൽ കൂടി തൻ്റെ ജനത്തിന് തിരിച്ചു നൽകും. എന്നാൽ ഈ അധികാരം ഭൂമിയിൽ വസിക്കുന്ന എല്ലാവർക്കും നൽകും എന്നല്ല. നാം 3 യുഗത്തെപ്പറ്റി ചിന്തിക്കുകയുണ്ടായി. ഓരോ യുഗത്തിൻ്റെ അന്ത്യത്തിലും ഒരു കൈവിടപ്പെടലും ഒരു ചേർത്തുകൊള്ളലും നാം കണ്ടിട്ടുണ്ട്. 1-ാം യുഗത്തിൽ ദൈവത്തോടു കൂടെ വാഴുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി അധികാരം നൽകി. എന്നാൽ മനുഷ്യൻ വീണുപോയപ്പോൾ അവന് ആ അനുഗ്രഹം നഷ്ടമായി. ഏദൻ പർദീസിൽ നാം പുറത്താക്കപ്പെട്ടു. എന്നാൽ ദൈവകൃപയുടെ പ്രവൃത്തി എന്ന് പറയുന്നത്, തോൽ കൊണ്ട് ദൈവം ഒരു ഉടുപ്പുണ്ടാക്കി അവർ ഉടുപ്പിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. 2-ാം യുഗം അവസാനിക്കുമ്പോൾ ശാപഗ്രസ്തമായ മുഴു ലോകത്തെയും ജലപ്രളയത്താൽ ദൈവം നശിപ്പിക്കുമ്പോൾ, ദൈവമുമ്പാകെ നീതിമാനായി കണ്ട നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിലൂടെ രക്ഷിക്കുന്ന ദൈവകൃപയുടെ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 3-ാമത്തെ യുഗത്തെ പറ്റിയാണ്. ദൈവവ്യവസ്ഥയോട് മത്സരിക്കുന്ന മനുഷ്യരെ ഭാഷ കലക്കി പട്ടണം നശിപ്പിച്ച് ഗോപുരം ഇടിച്ച് ഭൂമിയുടെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിക്കുമ്പോൾ ഒരു കുടുംബം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവിടെ നിന്നും വേർപെടുത്തുന്നുണ്ട്. തേരഹ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം ഞാൻ അടുത്ത സന്ദേശത്തിൽ പങ്കുവെക്കുന്നതാണ്. പ്രിയ സ്നേഹിതരെ, നാമും വന്നെത്തിയിരിക്കുന്നത് ഒരു യുഗാന്ത്യത്തിലാണ്. ഈ യുഗവും അവസാനിക്കും. അതെന്ന് അത് ദൈവവ്യവസ്ഥയിൽപ്പെട്ട കാര്യമാണ്. ഈ യുഗത്തിൻ്റെ അന്ത്യത്തിലും ഒരു തിരസ്കരണവും ഒരു ചേർത്തുകൊള്ളപ്പെടലും ദൈവത്താൽ സംഭവിക്കും. ദൈവവ്യവസ്ഥയോട് മത്സരിച്ച് ദൈവത്തെ അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെ അന്ന് ദൈവം കൈവിടും. എന്നാൽ ഈ ഭൂമിയിൽ അവഗണനയും നിന്ദയും എതിർപ്പും പരിഹാസവും സഹിച്ച്
ദൈവഹിതത്തിനു വേണ്ടി തങ്ങളുടെ ജീവിതത്തെ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ട്. അവരെ ദൈവം അന്ന് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കും. അതൊരു പ്രത്യേക സഭയിൽപ്പെട്ടവരെ അല്ല. ഈ ഭൂമിയിൽ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട് ദൈവവ്യവസ്ഥയിൽ ജീവിക്കുന്നവരുടെ ഒരു കൂട്ടം, അഥവാ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തെ അന്ന് ദൈവം തൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കും. ഈ യുഗവും അന്ന് അവസാനിക്കും. നീതി വസിക്കുന്ന യുഗത്തിലേക്ക് ഈ നീതിമാന്മാർ പ്രവേശിക്കും. ശേഷിക്കുന്നവർ നിത്യനാശത്തിലേക്ക് മാറ്റപ്പെടും. നീതി വസിക്കുന്ന ഭൂമി വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ പ്രത്യാശയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 3-ാം വാക്യം. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഇന്ന് ഈ ഭൂമിയിൽ കണ്ണുനീരിൻ്റെ അനുഭവമുണ്ട്. അന്ന് അതെല്ലാം ദൈവത്താൽ തുടയ്ക്കപ്പെടും. മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇല്ലാത്ത ദിവസം. ദൈവം സകലവും പുതിയതാക്കും. അന്ന് ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. വേട്ടയാടലും ഇരപിടുത്തവും ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന സകല ശാപവും അന്ന് ദൈവത്താൽ ഇല്ലാതാകും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം പുതിയ ഭൂമിയിൽ ദൈവം നൽകുന്ന അനുഗ്രഹത്തെപ്പറ്റി പ്രവാചകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ശാപം മാറും. യാതൊരു ദോഷവും അന്ന് ഉണ്ടാകുകയില്ല. ദൈവിക അനുഗ്രഹത്താൽ ഭൂമി നിറയപ്പെട്ടിരിക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവനോടൊത്ത് രാജാക്കളായി അന്ന് വാഴും. മനുഷ്യൻ നഷ്ടപ്പെട്ട സകല അധികാരവും അതിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ ദൈവം അന്ന് തൻ്റെ ജനത്തിന് തിരിച്ചു നൽകും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. സ്നേഹിത, ഈ യുഗാന്ത്യത്തിൽ താങ്കൾ ഇതിൽ ഏത് കൂട്ടത്തിലായിരിക്കും? നീതി വസിക്കുന്ന പുതിയ ഭൂമിയിലായിരിക്കുമോ, അതോ നിത്യന്യായവിധിയിലേക്ക് തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കുമോ? തിരക്കട്ട ജീവിതയാത്രയിൽ ഒരു നിമിഷം താങ്കളുടെ ഭാവിയെപ്പറ്റി അല്ലെങ്കിൽ താങ്കളുടെ നിത്യതയെപ്പറ്റി ചിന്തിക്കുവാൻ ഈ ലഘു സന്ദേശം മുഖാന്തരമായി തീരട്ടെ. ദൈവമേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.